ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി സുജാതയോട് പറയുക, ഇത് രാഷ്ട്രീയമല്ലേ സുജാതെ, വീണ് കിടക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാനേ നോക്കത്തുള്ളൂ. മരണത്തിലോട്ട് വഴുതിപ്പോകാതെ അദ്ദേഹത്തെ കൈപിടിച്ചൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവം എനിക്കൊരവസരം തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചതിക്കുഴിയിൽ നിന്നും അദ്ദേഹത്തിനെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? ശത്രുക്കളോടൊപ്പം നിന്ന് സ്വന്തം സഹോദരി വർമ്മസാറിനെ എത്ര തളർത്തിയാലും ജനങ്ങളുടെ മനസ്സിൽ സാർ ഉണ്ടാക്കി വെച്ച ഇമേജിന് യാതൊരു കോട്ടവും പറ്റില്ല മാഡം. ഇത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നതാ. മാഡം ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ടി വിയിൽ വന്ന ഈ ന്യൂസൊക്കെ കണ്ട് വേണുവേട്ടനെയും രാധമ്മയും ആകെ സങ്കടത്തോടെ ആ വെളിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുക. എന്തൊക്കെയാ വേണുവേട്ടെ കേൾക്കുന്നത്? ചതിയാടിരാതെ ആ ആനന്ദംപിള്ള വർമ്മസാറിനെ ചതിച്ചതാ. ആ ആനന്ദംപിള്ള പണ്ടേ വർമ്മസാറിനോട് വിരോധമാണ്. അപ്പോഴവരുടെ അടുത്തോട്ട് കൊച്ചമ്മണിയും പ്രിയയും വരുന്നുണ്ട്. എരിതീയിലോട്ട് എണ്ണ കോരി ഒഴിക്കുന്നത് കൊച്ചമ്മണിക്ക് വലിയ സന്തോഷമാണല്ലോ. വർമ്മസാറിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും വലിയ പ്രയാസത്തിലാണെന്ന് തോന്നുന്നു. എന്നാൽ എൻ്റെ കണക്കൂടെ കുറച്ചിരിക്കട്ടെ എന്നും പറഞ്ഞ് കൊച്ചമ്മണി പറയുക. വർമ്മസാറിൻ്റെ പാർട്ടി നെടുകയും കുറുകയായിട്ടൊക്കെ പിളർന്നല്ലോ. അങ്ങനെ അസ്ഥി വരെ കീറിപ്പോയി. ഇനി എന്ത് ചെയ്യും ദൈവമേ അങ്ങേര്? എന്തായാലും ഈ പ്രിയയുടെ അഹങ്കാരത്തിന് കുറച്ച് ശമനം കിട്ടിയല്ലോ. വർമ്മസാറിൻ്റെ വീട്ടിലെ ആരെങ്കിലും മന്ത്രിയായെങ്കിലല്ലേ ഇവളുടെ കെട്ടിയന് പി എ ആകാൻ പറ്റത്തുള്ളൂ. പ്രിയയ്ക്ക് ദേഷ്യം കൊണ്ട് പോയി, വേണ്ട പെണ്ണുമ്പിള്ളെ, എൻ്റെ ഭർത്താവും ഞാനും ജീവിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമൊന്നും കൊണ്ടല്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ജയേട്ടനെ ആരെങ്കിലും ഒന്ന് പി എ ആക്കണേ. ആ സമയം രുക്മിണി ആഞ്ഞ് പിടിച്ചങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ഇവരെ ഒന്ന് കളിയാക്കി കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. രുക്മിണി പറയുക, ആഹാ, വാർത്തയുടെ ചൂടറിഞ്ഞിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത്? ദുഷിച്ച മനസ്സിൻ്റെ ഉടമയായ കൊച്ചമ്മണി മനസ്സിൽ പറയുക, ആ സംസ്കാര സമ്പന്നയായ രുക്മിണി താണ്ട വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വീട് ഒരു പൂരപ്പറമ്പായിരിക്കും. എന്തായാലും കുറച്ച് മാറി അങ്ങോട്ട് നിന്ന് നടക്കാൻ പോകുന്ന പൂരമൊക്കെ ഒന്ന് കണ്ട് രസിക്കാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി ദൂരോട്ട് മാറി നിൽക്കുക. രുക്മിണിയുടെ അഹങ്കാരം കണ്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുക, നിങ്ങൾക്കെന്താ രാത്രിയിൽ പിരികളയോ? പിരികളകാൻ പോകുന്നത് എനിക്കല്ല, നിങ്ങൾക്കാ. കേട്ടില്ലേ ന്യൂസ്? മഹാനായ നിങ്ങളുടെ മോൻ്റെ അമ്മായിയപ്പൻ്റെ ഓഫീസ് അങ്ങ് പൂട്ടി. അയാളുടെ രാഷ്ട്രീയം തണ്ട ഓലപ്പടക്കം പോലെ അങ്ങോട്ടങ്ങ് പൊട്ടി. അത് കേട്ടിട്ട് പ്രിയ, അത് നിങ്ങൾക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്ക്. അതേടി, ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കാൻ പോവാ. ഇനി എൻ്റെ കാര്യം എളുപ്പമായല്ലോ. അയാളെ മുന്നിൽ വെച്ചല്ലേ എൻ്റെ വീട് പിടിച്ചു വാങ്ങിയത്. അത് കേട്ടിട്ട് രാധമ്മ, നിങ്ങളുടെ വീട് പിടിച്ചു വാങ്ങിയെന്നോ? ഞങ്ങൾ വില കൊടുത്തല്ലേ വാങ്ങിയത്. അത് കൊള്ളാമല്ലോ. പിടിച്ചു വാങ്ങിച്ച വീട്ടിൽ താമസിക്കാൻ പറ്റുമോ രുക്മിണി? കൊച്ചമ്മണി അവിടെ നോക്കോ. സെടാ, അടിയൊന്നും വീഴുന്നില്ലല്ലോ. നീ ഇനി നോക്കിക്കോടിരാതെ. ഞങ്ങളെ ചതിച്ച് മേടിച്ച വീടുണ്ടല്ലോ, ഞാൻ തിരിച്ചു മേടിച്ചിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പേര് രുക്മിണി എന്നല്ല. ഈ രുക്മിണി ആരാന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ രാധമ്മയും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതെ, ആയിക്കോട്ടെ രുക്മിണി, തിരിച്ചു മേടിച്ചോ. പക്ഷേ ഇപ്പോഴും 22 സെൻറ്റ് വസ്തുവിന് പുറത്തോട്ട് ഇറങ്ങി നിന്ന് രുക്മിണി സംസാരിച്ചാൽ മതി. ഈ വീടും പറമ്പും എൻ്റെ പേരിലാ രുക്മിണി. എന്നാലേ രാധേ, നീയൊക്കെ ചെവിഞ്ഞുള്ളിക്കോടി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ ചിരിച്ചോണ്ട് 2 കൈയും എടുത്ത് തൊഴുതൊട്ടെ. എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഇതിപ്പോൾ രാത്രിയാണ്. ഈ മുറ്റത്ത് വന്നൊന്നിങ്ങനെ വെല്ലുവിളിച്ചാലേ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. അവർ വന്ന ഭവനഭേദനത്തിന് കേസെടുക്കും. ഓ, അങ്ങേരുടെ ഒരു ഭവനഭേദനം! ഞാൻ ഈ ഭവന മോഷണത്തിന് വല്ല കേസുണ്ടോന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് രുക്മിണി അവിടുന്ന് പോവുകയാണ്. ചേടാ, ഇത് എന്തൊരു ഏർപ്പാടായിപ്പോയി. ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. ഒരടിയും പിടിയും ഒക്കെ കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. കൊച്ചമ്മണി അവിടെ വന്ന് ഇങ്ങനെ വിഷമിക്കുക. രുക്മിണി അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ ഹരീഷിനോടും ശ്രീലക്ഷ്മിയോടും പറയുക. ഹരീഷ് പറയുക, എന്തൊരഹങ്കാരമായിരുന്നു അവൾക്ക്. എന്തെല്ലാം നന്മകളാണ് ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഋതിക ചെയ്തു കൊടുത്തത്. ആ നന്ദിയെല്ലാം മറന്ന് ശ്രീലക്ഷ്മി പറയുക, ആ ഋതികയുടെ മുഖത്ത് നോക്കി എനിക്ക് 2 ചോദിക്കണം. എന്തായാലും അവിടെ അഹങ്കാരം എല്ലാം പോയല്ലോ. രുക്മിണി ഏറ്റുപിടിക്കുന്നുണ്ട്. അവിടെ തലയൊന്ന് താഴണം. അതിനുവേണ്ടി എന്തെല്ലാം വഴിപാടുകളാണ് എൻ്റെ ദൈവമേ ഞാൻ നേർന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ കഴിപ്പിച്ച വഴിപാടിനൊക്കെ എനിക്ക് ഫലം തരാതിരിക്കുമോ മക്കളെ ദൈവം? കൊച്ചമ്മണി അങ്ങനെ ജനലിൻ്റെ പുറത്ത് നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുവാണ്. ആരും എവിടെയും ക്ഷണിക്കാതെ തന്നെ നുഴഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവമാണല്ലോ കൊച്ചമ്മണിക്ക്. വരാമറിൽ കിടന്ന് ഞൊളയ്ക്കുന്ന പുഴുക്കളാണല്ലോ ഈ 3 ഈ ചെറുക്കനിച്ചിരി കൊള്ളാവുന്ന ചെറുക്കനായിരുന്നല്ലോ, അവനും മാറിപ്പോയല്ലോ. ആ തലതെറിച്ച പെണ്ണ് അവനെ കൂടി നശിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വളരെ തന്ത്രപൂർവ്വം രുക്മിണിയോട് കൂട്ടുപിടിക്കണം. ആർക്കെങ്കിലും ഇട്ട് 10 പാരകൾ വെക്കണമെങ്കിൽ ഇവളെപ്പോലുള്ള കുറച്ച് കീടങ്ങൾ വേണം. എന്തായാലും അമ്മേ, പാർട്ടി പിളർന്നോടെ പ്രതാപവർമ്മ ക്ലോസ്. അപ്പോഴെല്ലാവരും വർമ്മസാറിൻ്റെ നാശം ആഘോഷിക്കുവാണ്. എനിക്ക് വർമ്മസാർ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നാലും സാരമില്ല, വർമ്മസാറിൻ്റെ ഈ പതനം ഒന്ന് ആഘോഷിക്കാം
എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവരുടെ അടുത്തോട്ട് കയറി ചെല്ലുക. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല രുക്മിണി. ശ്രീലക്ഷ്മിയെ നോക്കിയിട്ട് നമ്മുടെ കൊച്ചമ്മണി ഒരു കള്ളക്കരച്ചിലൊക്കെ അങ്ങോട്ട് പാസ്സാക്കുക. എന്നാലും എൻ്റെ മോടെ കാര്യം ഓർക്കുമ്പോൾ ഈ വല്യമ്മയ്ക്ക് വലിയ സങ്കടമുണ്ട്. ആറ്റുനോറ്റുണ്ടായ ഗർഭം അതങ്ങ് പോയല്ലോ, അത് തകർത്തവരോട് ദൈവം ചോദിക്കട്ടെ എന്നും പറഞ്ഞ് കൊച്ചമണി പൊട്ടിക്കരയുവാണ്. രുക്മിണി ചോദിക്കുന്നത്, അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? അപ്പോൾ നിങ്ങൾക്കാർക്കും വിഷമമില്ലേ? ഞങ്ങൾക്കാർക്കും വലിയ വിഷമമൊന്നും ഇല്ല എന്ന് പറയും. ആഹാ, എന്നാൽ ഞാനെന്തിനാ വെറുതെ കരയുന്നത് എന്നും പറഞ്ഞു കൊച്ചമ്മേണ്ട കരച്ചിലങ്ങ് നിർത്തി. അല്ല, അമ്മായിയമ്മയും മരുമോളും ഇപ്പോൾ വലിയ സ്നേഹത്തിലാണോ? അവലും ശർക്കരയെ പോലെ ആണല്ലോ ഇപ്പോൾ രണ്ടുപേരും. ഉടനെ ശ്രീലക്ഷ്മി, അതിന് ഞാനും എൻ്റെ അമ്മയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. അയ്യോ, ഞാൻ രാധമ്മയുടെ കാര്യമല്ല പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കാര്യം ആര് പറയുന്നു? ഞാൻ എൻ്റെ ഈ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. കൊച്ചമ്മണി പ്രതീക്ഷിച്ചല്ലേ ഇവളിങ്ങനെ പറയുന്നത്. ആഹാ, ഇവളീ അമ്മയും തൊമ്മിയായിട്ട് എത്ര കാലം ഇങ്ങനെ പോകും? നമുക്ക് കണ്ടറിയണം. അല്ല, നിങ്ങൾ ന്യൂസൊന്നും കണ്ടില്ലയോ? വർമ്മ സാറ് പൊട്ടി, അയാളുടെ പണിക്കുറ്റം തീർന്നു. ഇന്നേ അന്തിച്ചർച്ചയുണ്ട്. പണ്ട് ഈ അന്തിച്ചർച്ചയൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നറിയാം? കള്ള് ഷാപ്പിലാണ്. അങ്ങനെ അവിടെ നല്ല അടിപൊളിയൊക്കെ കാണും. പക്ഷെ അതൊക്കെ ഇപ്പം ന്യൂസ് ചാനലിലാണ്. ഇവർക്കെല്ലാവർക്കും ഹൃതിയോട് വലിയ ദേഷ്യമാണ്. എന്നാൽ അതേ പിടിച്ച് തുടങ്ങാം. ഞങ്ങളുടെ വീട്ടിലെ കൃതിയുണ്ടല്ലോ, അവളുടെ തലയ്ക്ക് ദൈവം ഇട്ടൊരു കൊട്ടു കൊടുത്തതാ. എന്തൊരു അഹങ്കാരമായിരുന്നു ആ പെണ്ണിന്. പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ, വേണ്ട, നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നിങ്ങൾ അവിടെ ഇവിടെ നടന്ന് മാറിയും മറിഞ്ഞും പലതും പറഞ്ഞുകൊണ്ട് നടക്കും. ആവിധ അഭ്യാസങ്ങളൊന്നും ഇവിടെ വേണ്ട. നിങ്ങൾ വേഗം ഇവിടെ നിറങ്ങി പോകാൻ നോക്ക്. നിങ്ങളുടെ ഈ അഭ്യാസം ഇവിടുത്തെ കാലത്തിൽ വേവില്ല. അയ്യടി, നീ ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയടി. നിന്നേക്കാൾ എത്രയോ ഭേദമായ രമ്യ. നിനക്കൊരു കാലത്തും ഗുണം പിടിക്കലടി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയെ നോക്കി പറയുന്നത്, നിനക്ക് എന്തായാലും നല്ലത് വരട്ടടി, ഞാൻ പോവുക എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ നിന്ന് പോവുക. പോകുന്ന പോക്കിൽ ശരിക്ക് പ്രാകുന്നുണ്ട്. നിനക്കൊരു ഗർഭവും ഇനി ഉണ്ടാകാതിരിക്കട്ടെടി. ഈ സമയം പ്രതാപൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. ജീവിതമല്ലേ, വിജയങ്ങൾ വരുമ്പോൾ പരാജയങ്ങളെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. ഇതൊന്നും സാരമില്ല, എല്ലാം തരണം ചെയ്യണം, തരണം ചെയ്തല്ലേ പറ്റൂ എന്നും പറഞ്ഞ് പ്രതാപൻ അകത്തോട്ട് വരുവാൻ. അങ്ങനെ ഹാളിൽ രാജുവും ഹൃതിയെയും യാമിനിയും ശേഖരനും എല്ലാം ഇങ്ങനെ ഇരിക്കുക. പ്രതാപൻ സിസ്റ്റർ പവിത്ര എഴുതിയ ഡയറി എടുത്ത് വെച്ച് വായിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ തളർന്നു പോകും. കൂടെ നിന്നവർ പിന്നിൽ നിന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ മരിച്ചു കളയാമെന്ന് വരെ വിചാരിച്ചതാണ്. പക്ഷേ മനുഷ്യജന്മത്തിൽ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ പോരാടി ജീവിച്ച് ഇന്നെനിക്ക് സ്വന്തമെന്ന് തോന്നുന്നതല്ല എൻ്റെ അരികിൽ തന്നെയുണ്ട്. തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും തോൽക്കരുത്, ശാന്തമായി നേരിടണം. വിജയം നമുക്കുള്ളതാണ്, അടി പതറരുത്. പ്രതാപൻ അത്രയും വായിച്ചിട്ട് ഡയറി മടക്കി അവിടെ വെക്കുവാണ്. ഈ സമയത്ത് പുറത്ത് അംബികയും മോനും നല്ല പൊരിഞ്ഞ യുദ്ധം. എടാ, ആ അനന്തംപിള്ള നമ്മളെ ശരിക്കങ്ങ് പറ്റിച്ചു കളഞ്ഞല്ലോടാ. അമ്മേ, അത് മനഃപൂർവ്വം അല്ലല്ലോ. നീ എന്താടാ പറഞ്ഞത്? നീ ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്നോ? അയാൾ എന്തൊക്കെ വേണ്ടാതീനങ്ങളാ ചാനലിൽ വന്ന് വിളിച്ചു പറഞ്ഞത്? അയാളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. അവൻ മത്സരിക്കാൻ വരുന്നത് ഈ അംബികയോടാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അംബിക ഫോൺ ചെയ്യുവാണ് അനന്തംപിള്ളയ്ക്ക്. അനന്തംപിള്ള ആ ഫോൺ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അനന്തംപിള്ള വലിയ സന്തോഷത്തോടെ പൊടിയാടിയായിട്ടിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരുമ്പട്ടവൾ, അവളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ ഫോണൊക്കെ ഇനി ആരെടുക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് അനന്തംപിള്ള. അംബികയുടെ തുടരെയുള്ള ഫോൺ കോൾ കണ്ടിട്ട്, എന്തിനാ ഇവള് വിളിക്കുന്നത്? സാറേ, ഏതായാലും ഫോൺ എടുത്തൊന്ന് സംസാരിക്കും. തേനൂറുന്ന സ്വരത്തിൽ അനന്തംപിള്ള, ഹലോ അംബികയെ. പെട്ടെന്ന് അംബിക, നിങ്ങളെന്നെ ചതിച്ച് ഇല്ലേ അനന്തംപിള്ളേ? അയ്യോ അംബികയെ, രാഷ്ട്രീയത്തിൽ ചതിയൊന്നൊന്നും പറയുന്നതില്ല, വഞ്ചനയില്ല, വെറും തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ചതോ അത് വ്യക്തിപരമായ വൈരാഗ്യം അല്ലല്ലോ അംബികയെ, അത് രാഷ്ട്രീയ തന്ത്രമല്ലേ? ഇതാണ് അംബികയെ പൊളിറ്റിക്സ്. പിന്നെ അംബിക, ഞാനിത്തിരി ബിസിയാ, പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞൊരു കളിയാക്കി ചിരിയോടെ അനന്തംപിള്ള ഫോൺ കട്ട് ചെയ്ത്. ഹലോ ഹലോ എന്നും പറഞ്ഞ് അംബിക വിളിക്കുക. എടാ ദീപക്കെ, അയാൾ ഫോൺ കട്ട് ചെയ്ത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്നാൽ നേരിട്ട് എന്ന് അയാളെ ഞാൻ കണ്ടേ പറ്റൂ. അമ്മയെ പോവല്ലേ, അമ്മേ പോവരുത്, ഈ സിറ്റുവേഷനിൽ അമ്മയെ അങ്ങോട്ട് പോവരുത് എന്നും പറഞ്ഞ് ദീപക്ക് അംബികയെ പിടിച്ചവിടെ തടഞ്ഞു നിർത്തുക. അമ്മ അങ്ങോട്ട് പോയാലേ അത് പിന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലേ അവസാനിക്കൂ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകാം അമ്മേ, അത് പോരെ? എൻ്റെ അമ്മ മുറിക്കകത്തോട്ടൊന്ന് പോമേ എന്നും പറഞ്ഞ് അംബിക പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ഹൃതിയ രാജുവിനോടും ശേഖരനോടും പറയാം, എൻ്റെ അച്ഛനെ ഇത്രയും സങ്കടപ്പെട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ശേഖരനും സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ രാജു ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു പ്രസ്ഥാനമല്ലേ ഒരു ദിവസം കൊണ്ട് തകർന്നടിഞ്ഞത്. യാമിനി പറയാം, എല്ലാ അർത്ഥത്തിലും ചേട്ടനെ തകർക്കുന്ന ശത്രുക്കൾ ഇതിനകത്ത് തന്നെയുണ്ട്.
എൻ്റെ യാമിനി, അതൊന്നും ചേട്ടൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അതല്ലേ ജീവിതത്തിലെ വലിയ കഷ്ടം. എന്ത് ചെയ്യാനാ ചെറിയച്ഛ? ആ ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛൻ അത് വിശ്വസിക്കില്ല. അത് തന്നെയാണ് അച്ഛൻ്റെയും നമ്മുടെയും കഷ്ടകാലം. ഇത്രയൊക്കെ ദുഷ്ടത്തരം കാട്ടിക്കൂട്ടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണമില്ലാതെ അവരിതിനകത്തൂടൊക്കെ നടക്കുന്ന കാണുമ്പോഴാണ് അത്ഭുതം. യാമിനിക്ക് എന്തറിയാം? അവരും അവരുടെ മകനും എല്ലാ വേലത്തിനും പഠിച്ചു നടക്കുമല്ലേ. ദാണ്ടശേഖരേട്ടാ, പ്രതാപേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ അവരുടെ അടുത്തോട്ട് വരുവാണ്. ശേഖര, നീ ഇനി എന്നാ നെല്ലിയാമ്പതിക്ക് പോകുന്നത്? അത് ചേട്ടാ അടുത്ത ആഴ്ച. എന്താ ചേട്ടാ? ഞാൻ കൂടി നിൻ്റെ കൂടെ വന്ന് കുറച്ച് ദിവസം അവിടെ നിന്നാലോ എന്ന് ആലോചിക്കുക. ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം. ഈ മൂടോട്ടൊക്കെ ഒന്ന് മാറ്റണം. മനസ്സിന് എനിക്ക് അല്പം സമാധാനം കിട്ടണം. ഞാൻ അവിടെ വന്ന് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒരാഴ്ച. വർമ്മ അത്രയും പറയുമ്പോഴത്തേക്കും ഹൃദയ, അച്ഛാ, അച്ഛനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഓടി കളിക്കാൻ പറ്റുമോ? സാറിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് പറയുന്നൊരു വാചകമുണ്ട്. അത് കേട്ട് എനിക്കും തറവായതാ. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ വള്ളം. സാറിനെക്കുറിച്ച് ഈ സംസ്ഥാനത്തുള്ള എല്ലാവർക്കും അറിയാം. ആരൊക്കെ അപവാദം പറഞ്ഞാലും അങ്ങനെ ഒന്നും ഏശില്ല. അപവാദം മാത്രമല്ലല്ലോ രാജു, ഒരു പ്രസ്ഥാനമല്ലേ തകർന്നടിഞ്ഞത്. എൻ്റെ സാർ അവരോട് പൊരുതി നിൽക്കണം. എന്തിന്? ഈ ചീഞ്ഞവന്മാരോടോ? ഞാനില്ല രാജു, ആരോടും ഒരു പ്രതികാരത്തിനും ഞാനില്ല. വരുന്നത് പോലൊക്കെ വരട്ടെ. അപ്പോൾ പുറത്താരോ വന്നിട്ടുണ്ട്. രാജു പോയി നോക്കുന്നു. സാറിനെ കാണാനേ 2 മീഡിയക്കാർ വന്നിട്ടുണ്ട്. രാജു അങ്ങനെ വന്ന് പറയുമ്പോൾ പ്രതാപൻ ഒരു സങ്കടവും നിരസത്തോടി പറയുന്നു, 2 മീഡിയക്കാർ, അവർക്കും ഇപ്പം നമ്മളെ വേണ്ട. പ്രതാപൻ്റെ ആ തളർന്നു നിൽക്കുന്ന മുഖവും സംസാരവും കേട്ട് ഹൃദയയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹൃദയ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുക പ്രതാപനെ. പ്രതാപൻ പറയുന്നു, വാ, നമുക്ക് ആ മീഡിയക്കാരുടെ അടുത്തോട്ട് പോകാം. പ്രതാപൻ അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നു, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഈ മുറ്റം നിറയെ മീഡിയക്കാരുടെ ബഹളമായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്കും വേണ്ടാതായോ എന്നെ? അപ്പോൾ മീഡിയക്കാരിൽ ഒരുത്തി പറയുന്നത്, സാറിനെ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ മീഡിയക്കാരിലെ ചാനലിൻ്റെ റേറ്റിങ്ങിലാണ് ഞങ്ങളുടെ പ്രശ്നം. അതിനെന്താ കുഴപ്പമില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. സ്വന്തം ചേച്ചിയെ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് സാറിൻ്റെ പതനം തുടങ്ങിയതെന്ന് പലരും പറയുന്നുണ്ട്. അതിൽ വല്ല വാസ്തവമുണ്ടോ സാറേ? എൻ്റെ ചേച്ചി പാർട്ടിയിലോട്ട് വന്നതും മന്ത്രിയായതും ഒന്നും എൻ്റെ അറിവോടുകൂടിയല്ല. പാർട്ടിയിലുള്ളവർ നിർബന്ധിച്ച് ചേച്ചിയെ മന്ത്രിയാക്കിയതാ. സാറിന് പകരക്കാരിയായിട്ടാണ് ചേച്ചി വന്നതെന്ന് സാറ് മീഡിയയോടും പോലീസുകാരോടും പറഞ്ഞതോ? ചേച്ചി മന്ത്രിയായപ്പോൾ ഞാൻ ബോധമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ എനിക്ക് ബോധം വന്നപ്പോൾ മുതൽ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതുപോലെയാണ് ചേച്ചി ഭരണം നടത്തിയത്. ഇതൊക്കെ കേട്ടോണ്ട് അടുത്ത് നിൽക്കുന്ന രാജുവിനും ഹൃദയയ്ക്കും ദേഷ്യം സഹിക്കാൻ വയ്യ. ഹൃദയയ്ക്കാണെങ്കിൽ വാ തുറന്ന് പറയണമെന്നുണ്ട്. ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. അംബിക നടത്തിയ ചതിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ പ്രതാപൻ്റെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സാറേ, ഈ സഹോദരി കാരണമല്ലേ സാറിൻ്റെ പ്രതിച്ഛായ പോലും നഷ്ടമായത്? പൊട്ടനായ പ്രതാപം പറയുക, അയ്യോ അതൊരിക്കലുമല്ല, ഇത് രാഷ്ട്രീയമല്ലേ. എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ തിളങ്ങണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പാർട്ടി പിളരാനുള്ള കാരണം സാറിൻ്റെ കുടുംബവാഴ്ചയാണെന്ന് പറഞ്ഞു കേൾക്കുന്നല്ലോ. അത് പാർട്ടി പിളർത്തിയവർ തന്നെ എനിക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ലേ? എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കുടുംബവാഴ്ചയും വന്നിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എൻ്റെ ചേച്ചിയെ മിനിസ്റ്ററാക്കിയത് ഞാനല്ല, പാർട്ടിയാണ്. അനന്തംപിള്ള പാർട്ടിയിൽ പിടിമുറുക്കിയതോടെയാണ് പാർട്ടി പിളർന്നതും സാറിൻ്റെ ഇമേജ് പോയതും. അത് ശരി തന്നെയല്ലേ സാറേ? ഞങ്ങൾ ചോദിക്കുന്ന സത്യമല്ലേ സാറേ? സാർ എന്തു പറയുന്നു? പ്രതാപനൊന്ന് ചിരിച്ചോണ്ട് പറയാം, ഒരു വ്യക്തിയെക്കുറിച്ച് വിമർശിക്കാനൊന്നും അയ്യോ ഞാൻ തയ്യാറല്ല. ഞാൻ പാർട്ടി വിട്ടു. ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ജീവിച്ചു. ഭരണത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആരോടും ഒരു 10 പൈസ പോലും ഞാൻ കൈക്കൂലി വിട്ട് വാങ്ങിച്ചിട്ടുമില്ല. ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്. സകല ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഒരഴിമതിയുടെയും കര പുരളാത്തതാണ് എൻ്റെ ഈ കൈകൾ. ചെറുപ്പകാലം മുതൽ സാമൂഹ്യ സേവനം ഒരു ഫാഷന. തൊണ്ടയിടറിക്കൊണ്ടാണ് പ്രതാപൻ അത് പറയുന്നത്. അങ്ങനെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി. ഇന്ന് രാവിലെ ഞാൻ ന്യൂസിൽ കണ്ടു എൻ്റെ കോലം കത്തിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക വികാരത്തിൽ പറഞ്ഞതാണ്. വളരെ സങ്കടത്തോടെ പറഞ്ഞിട്ട് പ്രതാപൻ പറയുക, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ആ പ്രസ്ഥാനത്തിലില്ല, അതിനി എൻ്റെ പ്രസ്ഥാനവുമല്ല. അപ്പോൾ സാറേ, ഇനിയുള്ള സാറിൻ്റെ പ്രവർത്തന മേഖല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രാഷ്ട്രീയം ഞാൻ വിടുകയാണ്. ഇനി കുടുംബം, ബാക്കി കിട്ടുന്ന സമയങ്ങൾ എൻ്റെ ബിസിനസ് കാര്യങ്ങൾ. സാറിൻ്റെ പേരിൽ പോലീസ് അന്വേഷണം ഉണ്ടല്ലോ, അതിനെന്താ, അന്വേഷണം നടക്കട്ടെ, ഞാൻ നേരിട്ടോളാം. എൻ്റെ കോലം കത്തിച്ചവർ എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്.
അതുകൊണ്ട് അവർ കോലമോ എന്നെയോ വേണേൽ കത്തിച്ചോട്ടെ. എന്നെ സ്നേഹിച്ച എല്ലാ പൊതുജനങ്ങളോടും എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ 1000 നന്ദി. 4 പതിറ്റാണ്ടുകളായി ഞാൻ തുടരുന്ന എൻ്റെ രാഷ്ട്രീയ രീതി ദാണ്ടെ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ കൊടി എൻ്റെ വികാരമാണ്, എൻ്റെ വിവേകമാണ്. അത് തൽക്കാലം ഇപ്പോഴെൻ്റെ കയ്യിലില്ലെന്നേ ഉള്ളൂ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു, അതെൻ്റെ ഹൃദയത്തിലുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അകത്തോട്ട് കയറി പോവുകയാണ്. ഇതെല്ലാം മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ദീപക് കാണുകയാണ്. പ്രതാപൻ്റെ ഈ പറച്ചിലും എല്ലാം കേട്ടു അവരെല്ലാം പൊയ്ക്കഴിഞ്ഞപ്പോൾ ദീപക് വളരെ സന്തോഷത്തോടെ പറയണം, യെസ്, അടുത്ത മന്ത്രി ഇനി ഞാൻ തന്നെ. ഏതായാലും ഇങ്ങേരെ കൊണ്ടുള്ള ശല്യം തീർന്നു. ദൈവമേ. ഈ സമയം അനന്തംപിള്ളയും കുറേ പാർട്ടിക്കാരും ചേർന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഘടകകക്ഷിക്കാരുമായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. അങ്ങനെ ആർക്കാർക്കൊക്കെ എന്തൊക്കെ സീറ്റ് കൊടുക്കണമെന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും മനസ്സിലാകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ജയൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് ടി വിയിൽ പ്രതാപനെ ഇൻ്റർവ്യൂ ചെയ്തതെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ആ പാർട്ടിയിലെ 1-2 പേര് ടി വി തന്നെ നോക്കുന്നുണ്ട്. അത് അനന്തപിള്ളയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. എടോ, താൻ എന്തുകൊണ്ടോ ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു ടി വിയിലോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്? സാറേ, അത് പ്രതാപവർമ്മ സാറിൻ്റെ വാർത്താ സമ്മേളനം ഞാൻ കാണുമായിരുന്നു. സത്യം പറഞ്ഞാൽ കഷ്ടം തന്നെയല്ലേ സാറേ? വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു പ്രതാപവർമ്മ സാർ. ഭ്രാന്ത് പിടിച്ചതുപോലെ ഡാമിറ്റ് എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് അനന്തപിള്ള ചാടി അങ്ങ് എഴുന്നേറ്റു. എൻ്റെ കാശ് ചാക്ക് കണക്കിന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് താൻ പ്രതാപവർമ്മയെ പുകഴ്ത്തുന്നോ? നിനക്ക് അയാളോട് അത്രയ്ക്ക് അനുകമ്പയാണെങ്കിൽ എൻ്റെ കാശ് തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. മറ്റുള്ളവന്മാർക്കും പേടിയായി. ദൈവമേ, എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞാൽ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുകയും വേണം. ഇവൻ ചിലപ്പോൾ ലോറി കയറ്റി നമ്മളെ കൊല്ലുമല്ലോ. എല്ലാവരും ഇങ്ങനെ പേടിച്ച് അനന്തപിള്ളയെ തന്നെ നോക്കിയിരിക്കുക. ഒരു പ്രതാപൻ, അവൻ്റെ പേര് ഉച്ചരിക്കുന്നവനെ പോലും എനിക്കിഷ്ടമല്ല. അത് പോട്ടെ അനന്തപിള്ള സാറേ, അതങ്ങ് വിട്ടുകള എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദാണ്ടെ ഉടനെ മുഖ്യമന്ത്രിയാക്കുമെന്നും പറഞ്ഞുള്ള പ്രതീക്ഷയോടെ ദാണ്ടെ ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് അവനെ ഒരു കളിയാക്കലോടെ, താൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആയോടോ, മുഖ്യമന്ത്രിയാക്കി മോളെയും കെട്ടിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടെ ദീപക് അങ്ങോട്ട് വന്നിട്ട്, മീറ്റിംഗ് തുടങ്ങിയിട്ട് കുറേ നേരമായോ അങ്ങളെ? താൻ വെളിയിൽ പോയി നിൽക്കി. ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ട പരിചയമില്ല അനന്തപിള്ളയ്ക്ക്. ദീപക് ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. തന്നോട് പുറത്തു പോയി നിൽക്കാനല്ലേടാ പറഞ്ഞത്? എന്നോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. ജയനോട് ഒന്ന് ചിരിച്ചോണ്ട് മനസ്സിൽ പറയാം, ദൈവമേ, 8ന്റെ പണി കിട്ടിയല്ലോ ദീപക്കിന്. ദീപക് ചിരിച്ചോണ്ട്, അങ്കിള് തമാശ പറയുവാണ്. എടാ, തമാശയല്ലടാ പറഞ്ഞത്, നിന്നോട് കാര്യമായിട്ടാടാ പറഞ്ഞത്. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ അന്യരൊക്കെ പെർമിഷൻ ഇല്ലാതെ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നു. അയ്യോ അങ്കിളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റ് അലറിക്കൊണ്ട് അനന്തപിള്ള, ഞാൻ നിന്റെ അങ്കിളും ആൻറ്റിയൊന്നും അല്ലടാ, ഇറങ്ങടാ പുറത്ത്. അവിടെ കൂടിയിരുന്നവരെല്ലാം ദീപക്കിനെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുവാണ്. അത് ദീപക്കിന് വല്ലാത്ത ഷെയിമാകുന്നുണ്ട്. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ അലങ്കോലപ്പെടുത്താനായിട്ട് ഇവൻ കയറി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിലെ മെമ്പറല്ലേ? എന്താടാ പറഞ്ഞത്? നീ മെമ്പറോ? നീ മെമ്പറും അല്ല, ഒരു തേങ്ങായും അല്ല. ഇറങ്ങി പോടാ വെളിയിൽ. ഒരലർച്ച. അപ്പോൾ ദീപക്കിനുള്ള പണി പാൽപ്പായസത്തിൽ കിട്ടി. ജയൻ അവിടെ നിന്ന് മനസ്സിൽ പറയുന്നുണ്ട്. പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ സീറ്റില്ല. ദീപക് ഉടനെ ചോദിക്കുക, അപ്പോഴെനിക്ക് തരാമെന്ന് പറഞ്ഞ MLA സീറ്റ്? MLA സീറ്റ്? ഏത് MLA സീറ്റ്? ഈ ഇലക്ഷനിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഈ അനന്തപിള്ളയാ. അയ്യോ അങ്കിൾ എന്താ പറഞ്ഞത്? അങ്കിളോ? അനന്തപിള്ള സാർ. അങ്ങനെ വിളിച്ചാൽ മതി നീ എന്നെ. അപ്പോഴിത് ചതിയാ? നിങ്ങൾ എന്നെ ചതിച്ചതാ. എന്താടാ പറഞ്ഞത്? ചതിയോ? നീയാണോടാ എന്നോട് ചതിയെക്കുറിച്ച് പറഞ്ഞത്? നീ നിന്റെ അമ്മയെ ചതിച്ചവനല്ലേടാ? അപ്പോൾ ഫ്രണ്ട്സ്, പഴഞ്ചൊല്ലിൻ്റെ സത്യം മനസ്സിലായി. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. അധികാരമോഹത്തിന് വേണ്ടി സ്വന്തം വളർത്തി വലുതാക്കിയ അമ്മാവനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ച ഇവന് ഇതല്ല, ഇതിനപ്പുറം ഇവനും എൻ്റെ അമ്മയ്ക്കും കിട്ടും. അത് പ്രതാപൻ എന്നാണോ മനസ്സിലാക്കുന്നത്? പ്രതാപൻ്റെ നല്ല മനസ്സിനത് മനസ്സിലാക്കുമോ എന്നും അറിയില്ല. അഥവാ മനസ്സിലാക്കിയാൽ തന്നെ പ്രതാപൻ അതങ്ങ് ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബാക്കി അറിയാനായിട്ട് അടുത്ത റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.